കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പോവാണ്. ഓക്കെ, അതും RAC എന്ന് വെച്ചാൽ എക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആക്കൊക്കെ ഇടയിലുള്ളതാണ്, എക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാണ്ട് ഇവിടെ നോക്കിക്കോ, നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മക്കളെ, ഈ എക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് അല്ലേ നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ആ എയും സിയും ഓൾറെഡി ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെങ്കിൽ വിശ്വസിക്കേണ്ട ഉള്ളത് തന്നെ. എയും സിയുമാണ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 നോഡുകളുണ്ട്, ബിയും ഡിയും. ഈ 2 നോഡുകളെ ഞാൻ വിളിക്കുന്ന പേര് ഫ്രീ നോഡുകൾ എന്ന് വിളിക്കും. എന്താ വിളിക്കേണ്ട പേര്? ഫ്രീ നോഡുകൾ. ഓക്കെ അല്ലേ ഗൈസ്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ആരൊക്കെ സീരീസോ ആരൊക്കെ പാരലോ ഒരു പിടുത്തവും ഇല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് ബാലൻസ്ഡ് ബി സ്റ്റോൺസ് ബ്രിഡ്ജ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എഴുതി വെച്ചോ എന്തോന്നാണ് ചെക്ക് ചെയ്യണം? ബാലൻസ്ഡ് ബി സ്റ്റോൺസ് ബ്രിഡ്ജ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഞാനത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫ്രീ നോഡിനെ ഞാൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഫ്രീ നോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാത്ത നോഡ്. ഓക്കെ, ഇവിടുത്തെ ഫ്രീ നോഡിനെയും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ആണല്ലോ? ഈ ഫ്രീ നോഡിൽ കൊണ്ട് കൈവയ്ക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ്. എങ്ങനെ? ഫ്രീ നോഡിൽ കൊണ്ട് കൈവയ്ക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ്. അതായത് എന്ത് കിട്ടുവാണേ? 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. നേരെ അടുത്ത ഫ്രീ നോഡിൽ കൊണ്ട് കൈവൈ, ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ്, ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ്. അതും കിട്ടുകയാണ് എന്തോന്ന്? 2/2 എന്ന്. അതായത് ഇവിടത്തെ റേഷ്യോ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് കൺഫേം ചെയ്യാം ഇതൊരു ബാലൻസ്ഡ് ബി സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. ഇതൊരു ബാലൻസ്ഡ് ബി സ്റ്റോൺസ് ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 2 ഫ്രീ നോഡുകളെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റേഴ്സിനെടുത്തങ്ങ് കളയും. ഈ 10 കൂടിയങ്ങ് പോകും. മനസ്സിലായില്ല? ദാണ്ട് ഇവിടെ നോക്കിയോ, ബാലൻസ്ഡ് ബി സ്റ്റോൺസ് ബ്രിഡ്ജ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് ഫ്രീ നോഡുകളെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിനെ നമ്മൾ എടുത്തേക്ക് കളയും. എടുത്ത് കളഞ്ഞു. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ടിൽ. ഈ സർക്യൂട്ടിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളങ്ങ് ചെയ്തോളണം. ഈ 2 റെസിസ്റ്റേഴ്സ് സീരീസ് കോമ്പിനേഷൻ, അപ്പം 4. ഈ 2 റെസിസ്റ്റേഴ്സ് പരസ്പരം സീരീസ് കോമ്പിനേഷൻ, അപ്പോൾ 20. ഈ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ സീരീസ് കോമ്പിനേഷൻ, അപ്പോൾ 4. ഈ 4ഉം 20ഉം 4ഉം പരസ്പരം പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1/R is equal to 1/4 plus 1/4 plus 1/20. ഇതിനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ കിട്ടും. ആൻസർ എന്താണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബി വിത്ത് സ്മാർട്ട് ക്ലാസ് ഗൈസ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടല്ലോ. ബൈ.